മൂന്നാം ക്ലാസ്സിലെ 2024 അർദ്ധവാർഷിക പരീക്ഷയുടെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, നഖറ ഉൽ ഫിഖറത വ നുജീബ്. പാരഗ്രാഫ് വായിച്ച് ഉത്തരം എഴുതാം. ദഹബ മാസിൻ വ നജീബുൻ ഇല സൂഖി. നജീബും മാസിനും അങ്ങാടിയിലേക്ക് പോയി. ഇസ്തറ മാസിനുൻ കിതാബൻ. മാസിൻ ഒരു പുസ്തകം വാങ്ങി. ബി ഖംസി റൂബിയാത്തിൻ 5 രൂപയ്ക്ക്. വസ്തറ ഹഖീബത്തൻ ഒരു ബാഗും വാങ്ങി. ലി ഉഖ്തിഹി തന്റെ സഹോദരിയായ സൽമ. ലി ഉഖ്തിഹി സൽമ തന്റെ സഹോദരിയായ സൽമയ്ക്ക് വേണ്ടി ഒരു ബാഗും വാങ്ങി. ബി സിത്തീന റൂബിയത്തൻ 60 രൂപക്ക്. ഹംസി റൂബിയാത്തിൻ 5 രൂപ. സിത്തീന റൂബിയത്തൻ 60 രൂപ. ഇസ്തറ നജീബുൻ ഒൽബത്തൽ അൽവാനി. നജീബ് ഒരു കളർ പാക്കറ്റ് വാങ്ങി. ബി 40 റൂബിയത്തൻ 40 രൂപയ്ക്ക്. റജഅ മാസിനുൻ വ നജീബുൻ ഫിസ്സയ്യാറത്തി. മാസിനും നജീബും കാറിൽ മടങ്ങിപ്പോയി. ഇതാണ് പാരഗ്രാഫ്. ഇനി ഇതിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നഖ്താറുൽ ജവാബ സ്വഹീഹ വ നക്തുബു. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാം. ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, മൻ ഇസ്തറ അൽ ഹഖീബത്ത. ആരാണ് ബാഗ് വാങ്ങിയത്? ആരായിരുന്നു ബാഗ് വാങ്ങിയത്? ഇവിടെ ഉണ്ടല്ലേ, ഇസ്തറ മാസിനുൻ കിതാബൻ ബി ഖംസി റൂബിയാത്തിൻ വസ്തറ ഹഖീബത്തൻ. മാസിൻ 5 രൂപയ്ക്ക് ബുക്ക് വാങ്ങി. വസ്തറ അവൻ തന്നെയാണ് അല്ലെ. ഇസ്തറ എന്ന് പറഞ്ഞാൽ മാസിൻ തന്നെ വാങ്ങിയതാണ്. അവൻ വാങ്ങി. ഹഖീബത്തൻ ബാഗ് വാങ്ങി. അപ്പൊ മാസിനാണ് ശരി ഉത്തരം. മാസിൻ എന്നിവിടെ എഴുതുക. മൻ ഹുവ അഹു സൽമ. സൽമയുടെ സഹോദരൻ ആരാണ്? ആരാണ്? അതും ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ ഇസ്തറ ഹഖീബത്തൻ മാസിന് ബാഗ് വാങ്ങി. ലി ഉഖ്തിഹി സൽമ തന്റെ സഹോദരിയായ സൽമയ്ക്ക് വേണ്ടി. അപ്പോ സൽമയുടെ സഹോദരൻ ആരാണ്? മാസിനാണ്. ഇച്ചാച്ച മാസിൻ എന്നിവിടെ എഴുതുക. ഇനി മാതാ ഇസ്തറ നജീബുൻ. നജീബ് എന്താണ് വാങ്ങിയത്? ഹഖീബത്ത് ബാഗ്. ഒൽബത്തുൽ അൽവാൻ കളർ പാക്കറ്റ്. കിതാബ് ബുക്ക്. നജീബ് വാങ്ങിയത് ഒൽബത്തുൽ അൽവാൻ ആണ് അല്ലെ. അപ്പൊ ഒൽബത്തുൽ അൽവാൻ എന്നവിടെ എഴുതുക. ഇനി പൂരിപ്പിക്കണം. റജഅ മാസിനുൻ വ നജീബുൻ ഫി ഡാഷ്. മാസിനും നജീബും മടങ്ങി. എന്തിലാണ് മടങ്ങിയത്? ഫി സയ്യാറത്തി കാറിൽ അല്ലെ. അപ്പൊ അസയ്യാറത്ത് എന്നവിടെ എഴുതുക. അടുത്തത്, ഇസ്തറ മാസിനുൻ കിതാബൻ ബി ഡാഷ്. മാസിൻ ഒരു പുസ്തകം വാങ്ങി. ബി ഡാഷ് എത്ര രൂപയ്ക്കാണ് എന്നാണ് എഴുതേണ്ടത്. അത് അവിടെ ഉണ്ടായിരുന്നു അല്ലെ. ബി ഖംസി റൂബിയാത്തിൻ എന്നിവിടെ ഉണ്ട്. ബി ഖംസി റൂബിയാത്തിൻ. ഇസ്തറ മാസിനുൻ കിതാബൻ ബി ഖംസി റൂബിയാത്തിൻ. മാസിൻ 5 രൂപയ്ക്കൊരു കിതാബ് വാങ്ങി. അതിവിടെ എഴുതുക. ബി ഖംസി റൂബിയാത്തിൻ എന്ന് എഴുതുക പുസ്തകം. രണ്ടാമത്തെ ചോദ്യം, നുറത്തിബുൽ ബയാന ഹസബ സുവരി വനക്തുബു. ചിത്രങ്ങൾക്കനുസരിച്ച് ഇവിടെയുള്ള ബയാൻ, ഇതാണ് ബയാൻ ഈ പാരഗ്രാഫ്. ഇതിലെ ഓരോ സെൻറ്റൻസുകളും ക്രമപ്പെടുത്തി എഴുതാം. അതായത് ഈ സെൻറ്റൻസുകൾ മുഴുവൻ വായിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഈ ചിത്രങ്ങളോട് അനുയോജ്യമായ സെൻറ്റൻസുകൾ കണ്ടെത്തി ഓരോ ചിത്രത്തിൻ്റെയും അടിയിലുള്ള ബോക്സിൽ എഴുതുക. അതാണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണമായിട്ടൊന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ബയാൻ വായിച്ച് നോക്കാം. ഷാവറ ജാസിറുൻ വ ഉഖ്തുഹു മഅൽ മുസാരിഇ. ജാസിറും അവൻ്റെ സഹോദരിയും കർഷകനോട് ചർച്ച ചെയ്തു. ഷാവറ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച ചെയ്തു. കർഷകനുമായിട്ട് ചർച്ച ചെയ്തു. രണ്ടാമത്തെ സെൻറ്റൻസ്, അസമ ജാസിറും വ ഉഖ്തുഹു ജാസിറത്തു അല ഇഅദാദി ഫിലാഹത്തിൽ മത്ബഖി. ജാസിറും ജാസിറിൻ്റെ സഹോദരിയായ ജാസിറയും ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അടുത്തത്, ദഹബ ജാസിറും വ ഉഖ്തുഹു ഇലൽ മസ്റഅത്തി. ജാസിറും സഹോദരിയും കൃഷിയിടത്തിലേക്ക് പോയി. സഖാ ജാസിറുൻ വ ഉഖ്തുഹു അൽ ഫിലാഹത്ത സ്വബാഹം വ മസാഅൻ. ജാസിറും സഹോദരിയും അടുക്കളത്തോട്ടം രാവിലെയും വൈകുന്നേരവും നനച്ചു. സഖ എന്ന് പറഞ്ഞാൽ എന്താ? നനച്ചു. ജാസിറും വ ഉഖ്തുഹു ജാസിറും സഹോദരിയും നനച്ചു. അൽ ഫിലാഹത്ത അടുക്കളത്തോട്ടം. സ്വബാഹം വ മസാഅൻ രാവിലെയും വൈകുന്നേരവും. പിന്നെ
ഖറസൽ ബുദൂറ വശത്തലാത്തി ഫിൽ ഫിലാഹത്തി, തോട്ടത്തിൽ അവർ വിത്തുകളും തൈകളും നട്ടു. ഖറസ എന്ന് പറഞ്ഞാൽ നട്ടു, അൽ ബുദൂറ വിത്തുകൾ, വശത്തലാത്ത് തൈകൾ അവർ നട്ടു. ഇസ്തറ ബഅദൽ ബുദൂരി വശത്തലാത്തി മിനൽ മുസാരി, കർഷകനിൽ നിന്നും കുറച്ച് തൈകളും വിത്തുകളും അവർ വാങ്ങി. ഇസ്തറ വാങ്ങി. ഇത്രയുമാണ് സെൻറ്റൻസുകൾ ഉള്ളത്. ഇനി ഓരോ സെൻറ്റൻസും ഏതൊക്കെ ചിത്രത്തിൻ്റെ അടിയിൽ ചേർക്കാമെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രം ഇതാണ്. ജാസിറും സഹോദരിയും കൂടെ കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ തോട്ടം അല്ലേ, അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്ന കാര്യമാണ് ഇതല്ലേ, ചിത്രമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അസമ ജാസിർ വഖ്തുഹു ജാസിറ അല ഏതാദി ഫിലാഹത്തിൽ മത്ബഹി, അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. രണ്ടാമത്തെ ചിത്രം എന്താണ്? അവർ പോവുകയാണ് അല്ലേ, എങ്ങോട്ടേക്കാണ്? മുസാരീൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ കൃഷിയിടത്തിലേക്ക് പോയി എന്നിവിടെ കാണുന്നുണ്ട് ഒരു സെൻറ്റൻസ്. അതെവിടെ? ഇതാ, ദഹബ ജാസിറും വ ഉഖ്തുഹു ഇലൽ മസ്റഅത്തി, ജാസിറും സഹോദരിയും കൃഷിയിടത്തിലേക്ക് പോയി എന്നല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ദഹബ ജാസിറും വ ഉഖ്തുഹു ഇലൽ മസ്റഅത്തി എന്ന് ഈ കള്ളിയിൽ എഴുതുക. ഇനി അടുത്ത കള്ളിയിൽ എന്താണ് ഉള്ളത്? ജാസിറും സഹോദരിയും കർഷകൻ്റെ കൂടെ സംസാരിക്കുന്നതാണല്ലേ. കർഷകനോട് ചർച്ച ചെയ്തു, കർഷകനുമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ സെൻറ്റൻസ്. ഷാവറ ജാസിറും വഖ്തുഹു മഅൽ മുസാരി, അതിവിടെ എഴുതുക. ഷാവറ ജാസിറും വഖ്തുഹു മഅൽ മുസാരി, ചർച്ച ചെയ്തു കർഷകനോടൊപ്പം. അടുത്ത ഇതെന്താണ്? കർഷകനോട് ഈ വിത്തുകളും തൈകളും വാങ്ങുന്നതാണ് ഇതല്ലേ. അപ്പോൾ ആ സെൻറ്റൻസ് ഏതാണ്? ഇവിടെ ഏറ്റവും അവസാനത്തത്. ഇസ്തറ ബഅദൽ ബുദൂരി വശത്തലാത്തി മിനൽ മുസാരി, കർഷകൻ്റെ അടുക്കൽ നിന്നും വിത്തുകളും തൈകളും വാങ്ങി. ആ സെൻറ്റൻസ് ഇവിടെ എഴുതുക. അടുത്തത് എന്താണ്? ഇവർ രണ്ടുപേരും കൂടെ വിത്ത് അല്ലെങ്കിൽ തൈ രണ്ടും നടുകയാണ് അല്ലേ. അപ്പോൾ വിത്തും തൈയും നട്ടു എന്നുള്ളൊരു സെൻറ്റൻസ് ഇവിടെ കണ്ടിരുന്നു. ഇതാ, ഖറസൽ ബുദൂറ വശത്തലാത്തി ഫിൽ ഫിലാഹത്തി, തോട്ടത്തിൽ വിത്തുകളും തൈകളും നട്ടു. ആ സെൻറ്റൻസ് ഇവിടെ എഴുതുക. പിന്നെയോ ഇത് നനക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അവർ നനക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതാ, സഖാ ജാസിറും വ ഉഖ്തുഹു അൽ ഫിലാഹത്ത സ്വബാഹം വ മസാഹൻ, എന്നും രാവിലെയും വൈകുന്നേരവും ജാസിറും സഹോദരിയും തങ്ങളുടെ അടുക്കളത്തോട്ടം നനച്ചു. ആ സെൻറ്റൻസ് ഇവിടെ എഴുതുക. ഇനിയോ അത് കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്തത് ദാനിഷുൻ സദിയഖു ജാസിർ, ദാനിഷാരാണ് ജാസിറിൻ്റെ സുഹൃത്താണ്. യോമൻ ഒരു ദിവസം, സാറ ഫിലാഹത്തൽ മത്ബഖിലി ജാസിറിൻ, ജാസിറിൻ്റെ അടുക്കളത്തോട്ടം അവൻ സന്ദർശിച്ചു. അതായത് ജാസിറിൻ്റെ അടുക്കളത്തോട്ടം കാണാൻ ആര് വന്നു? ദാനിഷ് വന്നു. സഅല ഡാനിഷ് ചോദിച്ചു, അനിൽ ഫിലാഹത്തി, ഈ തോട്ടത്തെക്കുറിച്ച് ഡാനിഷ് ചോദിച്ചു. ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അപ്പോൾ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. നുക്മിലുൽ ഹിവാറ, ആ സംഭാഷണം നമുക്ക് പൂരിപ്പിക്കാം. ഡാനിഷ് ആദ്യം മസാ ഉൽ ഖൈർ പറഞ്ഞു. അപ്പോൾ ജാസിർ എന്ത് പറയും? മസാ ഉന്നൂർ, മർഹബം ബിക്കും, സ്വാഗതം അല്ലേ, മർഹബം ബിക്കും, വെൽക്കം. അപ്പോൾ ഡാനിഷ്, യാ ജാസിർ ഫിലാഹത്തുക ജമീല, ജാസിറെ നിൻ്റെ തോട്ടം വളരെ ഭംഗിയുള്ളതാണ്, ജമീലത്താണ്. ജാസിർ ശുക്രൻ യാ സുദീഖി, താങ്ക് യു ഫ്രണ്ട് അല്ലേ, നന്ദി പറഞ്ഞു ജമീലത്താണെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ദാനിഷ് ചോദിക്കുന്നു, മിൻ ഐന ഹസൽത്ത ഡേഷ്, മിൻ ഐന എവിടെ നിന്ന്, ഹസൽത്ത നിനക്ക് കിട്ടി, എന്താണ് കിട്ടിയത്, എന്ത് കിട്ടിയെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? വിത്തുകൾ അല്ലേ, തൽക്കാലം വിത്തുകൾ എന്ന് എഴുതാം. മിൻ ഐന ഹസൽത്ത അലൽ ബുദൂരി, വിത്തുകൾക്ക് എന്താ പറയുക? ബുദൂർ. അപ്പോൾ ഹസലയുടെ ശേഷം ഒരു അല വെക്കണം. അപ്പോൾ എങ്ങനെ പറയാം? മിൻ ഐന ഹസൽത്ത അലൽ ബുദൂരി, നിനക്ക് എവിടെ നിന്നാണ് വിത്തുകൾ കിട്ടിയത്? എവിടെ നിന്നായിരുന്നു? മുസാരിൻ്റെ അടുക്കൽ നിന്നാണല്ലേ. അപ്പോൾ എന്ത് പറയും ജാസിർ? മിനൽ മുസാരി, കർഷകൻ്റെ അടുക്കൽ നിന്നും. അപ്പോൾ ദാനിഷ് ചോദിക്കുന്നു, മൻ യുസായിദുക, ആരാണ് നിന്നെ സഹായിക്കുന്നത്? ഈ കൃഷിയിൽ നിന്നെ സഹായിക്കുന്നത് ആരാണ്? അപ്പോൾ ജാസിർ എന്ത് പറയും? ഉഖ്തി ജാസിറ, എൻ്റെ സഹോദരിയായ ജാസിറയാണ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ ഡാനിഷ് പറയുന്നു, അന ഉരീദു എഴുതാദൽ ഫിലാഹ, ഞാനും തോട്ടമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജാസിർ അഹ്സൻത, ഗുഡ്. അന ഉസായിദുക, ഞാൻ നിന്നെ സഹായിക്കും. ഡാനിഷ് ശുക്രൻ. ജാസിർ അഫ്വൻ. ബദഅത്ത് മുസാബഖത്തുൽ ഉൻഷൂദത്തി ഫിൽ മെഹ്റജാനിൽ ഫന്നി, കലാമേളയിൽ
പാട്ട് മത്സരം, ഗാനമത്സരം തുടങ്ങി. ബദഅത്ത് തുടങ്ങി. മുസാബഖത്തുലുൻഷുദ ഗാനാലാപന മത്സരം. മുസാബഖ മീൻസ് മത്സരം. ഫിൽ മെഹ്റജാനിൽ ഫന്നി കലാമേളയിൽ. ഇസ്താദ് ദാരിസൂന ലിൽ മുസാബഖത്തി വിദ്യാർത്ഥികൾ മത്സരത്തിന് വേണ്ടി തയ്യാറായി. ഇസ്താദ തയ്യാറായി. വ അഹദു റഖ്മൽ ഫുർസത്തി അവർ ചാൻസ് നമ്പർ സ്വീകരിച്ചു. അഹദു അവരെടുത്തു, അവർ സ്വീകരിച്ചു. റഖ്മൽ ഫുർസ ചാൻസ് നമ്പർ. ചെസ് നമ്പർ എന്ന് പറയാറില്ലേ, കോഡ് നമ്പർ എന്നും ചെസ് നമ്പർ എന്നൊക്കെ പറയും. നമ്മൾ സ്റ്റേജിൽ മത്സരം അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഷർട്ടിൽ പിന്ന് ചെയ്ത് വെക്കുന്ന ആ നമ്പർ അല്ലേ, അതാണ് റഖ്മുൽ ഫുർസ. അതവർ വാങ്ങി. വ അല്ല കോഹു അല കമീസിഹിം എന്നിട്ട് അവരുടെ ഷർട്ടിൻ്റെ മേലെ അത് പിന്ന് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അതെന്ത് ചെയ്യണം, പൂരിപ്പിക്കണം. അവരുടെ ആ നമ്പറുകളാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഷർട്ടിൻ്റെ മേലെ എഴുതിയിരിക്കുന്നത് ഏത് നമ്പറാണ്? 22 അല്ലേ. അപ്പോൾ 22 എന്താ പറയുക? ഇസ്നാനിവ ഇഷ്റൂന, അത് മേലെ കള്ളിയിൽ എഴുതി. ഇനി അടുത്ത കുട്ടിയുടെ നമ്പർ എത്രയാണ്? 23. അതെങ്ങനെ എഴുതും? സലാസും വ ഇഷ്റൂന. അടുത്ത കുട്ടിയത് 40 വ ഇഷ്റൂന എന്നാണ് കാണുന്നത്. അത് നമ്മൾ എന്ത് എഴുതണം? 24 എന്ന അക്കം താഴെ അവളുടെ കാർഡിൽ എഴുതണം. ഇനി അടുത്തത് 25 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 25 എന്താ പറയുക? ഹംസും വ ഇഷ്റൂന, അതവിടെ അടിയിൽ എഴുതുക. അടുത്ത സിത്തും വ ഇഷ്റൂന എന്ന് എഴുതിയിട്ടുണ്ട്. കാർഡിൽ ആ നമ്പർ എഴുതണം, 26. സിത്തും വ ഇഷ്റൂന 26. പിന്നെയോ 27 ഉള്ളത് അല്ലേ, അതെന്ത് പറയും? സബഉം വ ഇഷ്റൂന 27. അങ്ങനെ എഴുതിയാൽ അത് കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ചോദ്യം. നഖ്താറുൽ ജുമല സ്വഹീഹത്ത ലി സുവരിൽ മുനാസിബത്തി വനക്തുബു. ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ സെൻറ്റൻസുകൾ നമുക്ക് ഇവിടെ നിന്നും കണ്ടെത്തി എഴുതാം. ആദ്യം ഒരു അണ്ണാൻ തിന്നുന്നതാണുള്ളത് അല്ലേ. നമുക്ക് ആദ്യം സെൻറ്റൻസ് വായിച്ച് നോക്കാം. യൽ അബുൽ ഔലാദു കുറത്തൽ ഖദമി കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. യഅ്കുലു സിഞ്ചാബു മാഞ്ച അണ്ണാൻ മാങ്ങ തിന്നുന്നു. ആ തസ്കി അൽ ബിന്ദു അശത്ലത്ത പെൺകുട്ടി ചെടി നനക്കുന്നു. തൽ അബുൽ ബനാത്തു അൽ ഹോക്കി പെൺകുട്ടികൾ ഹോക്കി കളിക്കുന്നു. യുഷാഹിദുൽ വലദു അത്തിൽഫാസ കുട്ടി ടെലിവിഷൻ കാണുന്നു. ഇനി ചിത്രങ്ങൾ നോക്കാം. അണ്ണാൻ്റെ അടിയിൽ എന്തെഴുതും? യഅ്കുലു സിഞ്ചാബു മാഞ്ച എന്ന് എഴുതാം. പിന്നെയോ ഇത് പെൺകുട്ടി നനക്കുകയാണ് അല്ലേ, അപ്പോൾ ഏതാണ്? തസ്കി അൽ ബിന്ദു അശത്ലത്ത, അതിവിടെ എഴുതുക. തസ്കി അൽ ബിന്ദു അശത്ലത്ത. പിന്നെ പെൺകുട്ടികൾ ഹോക്കി കളിക്കുകയാണ്, അത് ഏതാ? തൽ അബുൽ ബനാത്തു അൽ ഹോക്കി, അതിവിടെ എഴുതുക. തൽ അബുൽ ബനാത്തു അൽ ഹോക്കി. ആൺകുട്ടികൾ എന്താ കളിക്കുന്നത്? ഫുട്ബോൾ. അപ്പോൾ യൽ അബുൽ ഔലാദു കുറത്തൽ ഖദമി എന്ന് ഇവിടെ എഴുതുക. പിന്നെയോ കുട്ടി ടി വി കാണുകയാണല്ലേ, അതിവിടെ ഉണ്ട്. യുഷാഹിദുൽ വലദു അൽ അത്തിൽഫാസ, അതിവിടെ എഴുതുക. യുഷാഹിദുൽ വലദു അത്തിൽഫാസ. ഇനി നുക്മിലുൽ മൻലൂമ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ പദ്യം പൂരിപ്പിക്കാം. ഒരു ചിത്രമുണ്ട് ഇവിടെ, ഒരു കുരുവിയുടെ ചിത്രമാണ്. അതിൻ്റെ നേരെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്, ഒരു വരി കവിത. എന്താണ്? വായിക്കൂ. യാ ഉസ്ഫൂരി യാ ഉസ്ഫൂരി കുരുവി കുരുവി. യാ ഉസ്ഫൂരി എന്ന് പറഞ്ഞാൽ എന്താ? കുരുവി. യാ ഉസ്ഫൂരി യാ ഉസ്ഫൂരി കുരുവി കുരുവി. ഉഹിബ്ബു ലൗനക്കൽ അസ്ഫർ നിൻ്റെ മഞ്ഞ നിറം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ലൗനക്ക നിൻ്റെ നിറം, നിൻ്റെ ഏത് നിറം? അൽ അസ്ഫറ നിൻ്റെ മഞ്ഞ നിറം. ഇനി ബാക്കിയുള്ള വരികളിൽ ഓരോ ഭാഗം വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. ഒന്നാമത്തെ വരി ശരിക്ക് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളത് പൂരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം. ഇത് കാക്കയാണല്ലേ. കാക്കയെ കൊണ്ട് കാക്കയോട് എന്താ പറയുന്നത്? യാ ഖുറാബി യാ ഖുറാബി കാക്കേ കാക്കേ എന്ത് എഴുതണം? നിൻ്റെ കറുത്ത നിറം എനിക്ക് ഇഷ്ടമാണ് എന്ന് എഴുതണം. അതിന് മേലെ ഒഹിബു ലൗനക്കൽ അസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, നിൻ്റെ മഞ്ഞ നിറം എനിക്ക് ഇഷ്ടമാണെന്ന് കുരുവിയോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിൻ്റെ കറുപ്പ് നിറം എനിക്കിഷ്ടമാണ് എന്നാണ് പറയേണ്ടത്. അതെങ്ങനെ പറയും? ഒഹിബു ലൗനക്ക എന്നത് മേലെ ഉള്ളതുപോലെ എഴുതുക. പിന്നെയോ അൽ അസ്ഫർ എന്നത് മാറ്റിയിട്ട് കറുപ്പ് നിറത്തിൻ്റെ വാക്ക് വെക്കുക. കറുപ്പ് നിറത്തിന് എന്താ പറയുക? അൽ അസ്വദ്. അപ്പോൾ ഒഹിബു ലൗനക്കൽ അസ്വദ ഞാൻ നിൻ്റെ കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്നു. ഇനി ഇവിടെ കൊക്കാണുള്ളത് അല്ലേ. കൊക്കിൻ്റെ ആദ്യത്തെ ഭാഗമാണ് വിട്ടുപോയത്, രണ്ടാമത്തെ ഭാഗം അവിടെ ഉണ്ട്. ഒഹിബു ലൗനക്കൽ അബിയല നിൻ്റെ വെള്ള നിറം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം?
കൊക്കേ കൊക്കേ എന്ന് വിളിക്കണം. അതെങ്ങനെയാണ് വിളിക്കുക? യാലക്കലക്കി യാലക്കലക്കൈ, കൊക്കിന് ലക്കലക്ക എന്നാണ് പറയുക അല്ലേ. അപ്പോൾ കൊക്കേ കൊക്കേ ഒഹിബു ലൗനക്കൽ അബിയൽ, നിൻ്റെ വെളുത്ത നിറം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് യാത്താവൂസി യാത്താവൂസി, മൈലേ മൈലേ. പിന്നെയോ തേഷ് അൽ അസ്റഖ, നിൻ്റെ അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല. അപ്പോൾ നിൻ്റെ നീല നിറം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് എഴുതേണ്ടത്. അതെങ്ങനെ എഴുതും? ഒഹിബു ലൗനക്ക എന്നവിടെ പൂരിപ്പിക്കണം അല്ലേ. ഒഹിബു ലൗനക്കൽ അസ്റഖ്, നിൻ്റെ നീല നിറം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇനി ഇത് തത്തയാണ്. ഇവിടെ ഒന്നുമില്ല, മുഴുവൻ നമ്മൾ പൂരിപ്പിക്കണം. ആദ്യം തത്തേ തത്തേ എന്നെങ്ങനെ വിളിക്കാം? യാ ബബ്ഗ ഇ യാ ബബ്ഗ ഇ ഒഹിബു ലൗനക്കൽ അഖ്ളർ, തത്തേ തത്തേ നിൻ്റെ പച്ച നിറം ഞാൻ ഇഷ്ടപ്പെടുന്നു. എളുപ്പമാണല്ലോ. അതെ, ഇത്രയുമാണ് ചോദ്യങ്ങളുള്ളത്. നന്നായി പഠിക്കുക, എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ കഴിയും. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.